ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ്. അതെ നമ്മൾ തിരിച്ചെത്തിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ആ ജയിലൊക്കെ ചാടി ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്നിട്ടുണ്ട് ഗൈസ്. ഇതുണ്ട്, അതേ അവിടെ നിൽക്കണം. ഇവിടെ അതേ പുള്ളിക്കാരൻ നിൽക്കണം. ഹലോ ഹലോ ഹലോ. ഓ ഇൻട്രാ പറഞ്ഞുള്ളവൻ. സ്കൂളല്ല, ജയിലിൽ ആടി, എന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തി, എന്നിട്ട് ജയിലിൽ ആടി. എൻ്റെ മുന്നേ ചെക്ക് പോയിൻ്റ് ഒക്കെ ഉണ്ടോ എടുത്തേക്കാം. ഇതെന്താ സംഭവം എന്നറിയാമോ? പറഞ്ഞുതരാം. നമ്മൾ ജയിൽ പോലീസ് പിടിച്ചില്ലേ? കാരണമുണ്ട്, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. പോലീസ് പിടിച്ചില്ലേ? അപ്പം നമ്മൾ പോലീസ് പിടിച്ചപ്പോൾ നമ്മൾ തൊണ്ടി മുതലോടെയാണ് പിടിച്ചത്. നമ്മളെന്തിനാ മോഷ്ടിച്ച്? കാശും പണത്തിനും വേണ്ടിയല്ലേ? അതെ അതെ അതെ. പക്ഷേ എല്ലാം പോയി ഡയമണ്ട്. ഇത് കണ്ട, ഇവിടെ ഇരിക്കണേ കണ്ട. നമ്മൾ വന്ന ഇതിലാണ് നമ്മൾ വന്നത്. അയ്യോ എനിക്ക് ഞാൻ വരട്ടെ. ഓ ഞാനും പെട്ടോ ചെറുതായിട്ട്. നീ എവിടെ എത്തി? മേളിലോ? ഇത് അതങ്ങനെ എവിടെത്തണേ? അതങ്ങനെ അവിടെ എത്തണേ? ചാടണം അങ്ങോട്ട് നോക്കിയിട്ട് കണ്ടോ? ഞാനും എത്തി ഇവിടെ. എന്നെ കാണുന്നുണ്ടോ? അവിടെ ഇത് ഹൈ റിസ്ക്, കമ്പി കൂടെയാണ് നടക്കണ്ടേ. പുല്ല്. ഓ ഹൈ റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്ക്. ഏണ നമ്മൾ എന്നാലും അവർ തൊണ്ടി മുതലോടെ പിടിച്ചെന്ന്. നമ്മളെ മാത്രം പിടിച്ചാൽ കുഴപ്പമില്ല, തൊണ്ടി മുതലോടെ പിടിച്ചാൽ നമ്മളെന്തായാലും ഈ പൈസ ഇന്ന് ഇവിടെ നിന്ന് അങ്ങ് എടുത്തിരിക്കും. ഡയമണ്ട് വിറ്റാ പൈസ ആവൂലേടാ. നമ്മൾ അവസ്ഥ ആലോചിച്ച് നോക്കി. അത് എടുക്കുന്നവന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. അവസ്ഥ ഓ ചക്കന് പനിയായിട്ടാണ് ഈ കമ്പി കൂടെ വലിഞ്ഞു കയറുന്നത്. നാളെ എനിക്കറിയില്ല. നമ്മുടെ കൂടെ ഞാനും പോകണ്ട, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഞാൻ ഇത്ര കുറച്ച് ദിവസം വീഡിയോ ചെയ്താത്തത് അത് എന്നോടാരും ചോദിക്കരുത്. ഞാനും വരുന്നുണ്ടതേ, ഞാനും മേളെത്തിയേ. ഇതെന്താണ്? ബെഡ് ഡോണ്ട് സെറ്റ് ആവില്ലേ? എന്താ? ഇവിടെ ചവിട്ടരുതെന്നായിരിക്കും. ബേഡ് പൂപ്പ ഞങ്ങൾക്ക് മനസ്സിലായോ? ഇല്ല. കട്ടില്ലപ്പി. ബെഡല്ലടാ, ബേഡ്. അങ്ങനെ പക്ഷിയുടെ അത് ബാക്കി ഞാൻ പറയുന്നത്. ഞാൻ വിചാരിച്ചു കട്ടില്ലപ്പിയോ. അത് വേണ്ട ഞാൻ ചത്തു. അത് വിട്. അപ്പൊ ഇതാണ് മറ്റേ ഇത് ബെഡ് പൂപ്പ്. ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലേ? സത്യം. ഇങ്ങനെ അയ്യോ ഇത് പൂപ്പ് എന്ന് പറയണ അല്ലേ? എന്നാലും ശരിയാവും. കാക്കത്തിട്ട ഫണ്ണ് കുത്തി കയറ്റി നമ്മളെ കൊല്ലുന്നല്ലോ. സത്യം. ഇയാളെത്തിയോ? ശവമൊന്നും ആവില്ല. സത്യം തന്നെ, സത്യം. ശവമൊന്നും ആവാൻ പോകുന്നില്ല, പൂപ്പാവും. പിന്നെ പൂപ്പ പിന്നെ വേറെ ആവില്ലോ. ഞാൻ നല്ല നൈസിന് വരും കേട്ടോ. ഞാൻ ഇച്ചിരി ആ ശവമാണ് അവിടെ എത്തുമ്പോ ആ കാക്കത്തിട്ടിട്ട് ചവിട്ടി തന്നെ അവിടെ ചടങ്ങ് എടുത്തോട്ടോ. എടാ അവിടെ സൂക്ഷ്മതായി കളിച്ചാൽ സൂക്ഷ്മതം സൂചി കുത്തുന്നതാണ്. ആദ്യമായിട്ട് കാക്കത്തിട്ട് എന്താണ് ഇങ്ങനെ? ആദ്യമാണ് ഞാൻ ഒരാളെ കണ്ണ് കാക്കത്തിട്ട് ചവിട്ടിച്ചാവും. അത് ഇയാളെ ഞാൻ കണ്ടു. ഇപ്പൊ നീയും ചവിട്ടും, അപ്പൊ നീ ചാവും. നാക്കൊളച്ച് പറയാണ്ട് പോണം. സത്യം കള്ളം. കാക്കത്തീട്ട ഒന്നാലും ഓ ഇയാള് മുന്നേ ഒന്ന് സ്റ്റൈലായിട്ട് നിൽക്കുന്നുണ്ടല്ലേ? വേണ്ട മണ്ടക്ക് എടോ ഇവിടെ കാക്കത്തീട്ടിട്ട് പുള്ളിക്കാരൻ
ഇവിടെ ഒന്ന് ഇട്ടതും പോലെ നമ്മളോട് ചവിട്ടല്ലോ. സത്യം പുള്ളിയാണ് ഇട്ടെന്ന് സംശയമുള്ളൂ. ഞാനാരും കട്ടില്ല കട്ടിൽ അപ്പിട്ടവരെ പിടിക്കുന്നു, അറസ്റ്റഡ്. ലാസ്റ്റ് വരെ ചവിട്ടിയതാ. ലാസ്റ്റ് നമ്മൾ ചവിട്ടാൻ നമ്മൾ ചാടാനേ പാടുള്ളൂ. അതാണ് എൻ്റെ കാര്യം. എനിക്ക് നേരത്തെ കിട്ടിയ അറിവായിരുന്നു. ഇവിടെ നല്ല പാടാണ് സത്യം പറയാം. ആദ്യം തന്നെ ഒറ്റ അടിക്ക് പൊട്ടിങ്ങി. ആ അവിടെ ചാടിയ വീട് ഇടയിൽ ഒന്നും പോകണ്ട. ഞാൻ പോസ്റ്റ് ചെയ്തു. നല്ല കാര്യം. ചാടി ഇപ്പൊ ചത്ത കണ്ടില്ലേ? എടാ ചാടിയാ മതി. നമ്മൾ ഇടയിൽ നമ്മള് കൈ തട്ടി പോസ്റ്റ് ചെയ്തതല്ല, മനഃപൂർവ്വം പോസ്റ്റ് ചെയ്താണ്. അറിയാണ്ട് ഒരിക്കലും ഞാൻ പോസ്റ്റ് ചെയ്യാറില്ല. ഞാനും പോസ്റ്റ് ചെയ്യാറില്ല. അത്യാവശ്യം 5 മിനിറ്റോ നല്ല തീട്ടത്തി ചവിട്ടിയതാണ്. 5 മിനിറ്റ് പോയി എന്റെ. സത്യം ഇവിടെ ചാടി എത്താനാ പാട്. ഈ തീട്ടം കാരണം മനുഷ്യൻ നടക്കത്തില്ല. ചത്ത ശവത്തിൽ കയറി ചവിട്ടിയാലും ചവ്വ. ആ അതാണ് വളരെ ഷോക്ക് അടിക്കുന്നത്. ഇലക്ട്രിക്കുള്ള അപ്പിയോ നമ്മള് ചുമ്മാ പറയണല്ല. ഇതിവിടെ ഏത് വെച്ചാൽ പിന്നെ പറയാൻ പറ്റൂ. പണ്ടോട്ടേ അതാ പഠിച്ചെഴുതി. അല്ലെ ഇംഗ്ലീഷ് ഞാൻ അവിടെ വരും. ഇലക്ട്രിക്കൽ കണക്ഷൻ ബോഡി. അപ്പൊ ഇത് ചവിട്ടിയ ഒരുത്തന്റെ ശവത്തെ ചവിട്ടി. ഇയാളുടെ ശവത്തിൽ ചവിട്ടിയ ഒരു പറ്റില്ല. അതെ അങ്ങനത്തെ ടൈപ്പാണ് എന്റെ വന്നേ. ജമ്പ് 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 ഗൈസ്, ഞാനെന്നാ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ടാണ്. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ്, ബൈ.